ഹലോ ഡിയർ സ്റ്റുഡൻസ്, BSc ഫിസിക്സ് ഓണേഴ്സിലെ സെക്കൻഡ് സെം MDC പേപ്പറായിട്ടുള്ള ആസ്ട്രോണമി ആൻഡ് സ്റ്റാർ ഗേസിംഗ് എന്ന പേപ്പറിലെ ഒന്നാമത്തെ മൊഡ്യൂളാണെന്ത് ആസ്ട്രോണമി ആൻഡ് ഓവർവ്യൂ എന്നുള്ളത്. അപ്പോൾ നമ്മളിന്ന് ഈ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് പറയുന്നത് ഇൻട്രൊഡക്ഷൻ എക്സ്പ്ലോറിങ് ദ യൂണിവേഴ്സ് അല്ലേ, നമ്മുടെ ഈ യൂണിവേഴ്സിനെ കുറിച്ച് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഭൂമിയിൽ നിന്ന് പ്രപഞ്ചത്തിൻ്റെ ആഴങ്ങളിലേക്കുള്ള ഒരു അത്ഭുതകരമായിട്ടുള്ള യാത്ര എന്ന് തന്നെ പറയാം. കാരണം നമ്മൾ ഈ കുഞ്ഞു ഗ്രഹത്തിന് പുറത്ത് നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത അത്രയും വലിയ എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അല്ലേ. ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും ഈ ഭൂമിക്കപ്പുറം എന്തൊക്കെയാണ് ഉള്ളതെന്നും അതിൽ നടക്കുന്ന അത്ഭുതകരമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ സംഗതി പറയുന്നത് ഈ ഒരു ഫിഗർ കണ്ട നിങ്ങൾ, ഈ ഒരു ഫിഗറിൽ നിങ്ങളെന്താ കാണുന്നത്, ഒരു ഭീമൻ മലയിടുക്കാണത്. നമ്മളതിനെന്തെന്ന് പറയും, വാലിസ് മറീനറീസ് എന്ന് പറയും. അതായത് നമ്മുടെ ഭൂമിയിൽ നമ്മൾ ഒട്ടേറെ മലയിടുക്കുകൾ നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ചൊവ്വയിലെ ഈ വാലിസ് മറീനറീസ് എന്ന മലയിടുക്കിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് അത് ഏകദേശം ഏത് മുതൽ ഏത് വരെയുണ്ട്. ഇപ്പോൾ US ബേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ലോസ് ആഞ്ചലസിൽ നിന്ന് വാഷിങ്ടൺ DC വരെയുള്ള, അത് US-ൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള ഭീമൻ മലയിടുക്ക് നമുക്ക് എവിടെ ഒബ്സർവ് ചെയ്യാൻ പറ്റും, നമുക്ക് ചൊവ്വയിൽ കാണാൻ പറ്റും. രണ്ടാമത്തെ സംഗതി പറയുന്നത്, ഒരു കാലത്ത് ഈ ഭൂമി ഭരിച്ചിരുന്ന ദിനോസറുകൾ എങ്ങനെയില്ലാതായത്. ഇതില്ലാതായത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബഹിരാകാശത്തു നിന്ന് വന്ന ഒരു ഭീമൻ വസ്തു, നമ്മളതിനെ കോസ്മിക് കൊളീഷൻ, അത് ഭൂമിയിൽ വന്നിടിച്ചിട്ടാണ് അവയുടെ വംശനാശത്തിന് കാരണമായതെന്ന് ശാസ്ത്രം തെളിയിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടയാളങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് ഭൂമിയിൽ കാണാം. ഓക്കെ, ഇനി പിന്നൊന്ന് പറയുന്നത് ടൈനി മൂൺ, അതായത് ഒരു കുഞ്ഞ് ചന്ദ്രൻ. പ്രപഞ്ചത്തിൽ നമുക്കറിയാം ചെറിയ ഉപഗ്രഹങ്ങളുണ്ട്. അപ്പോൾ അവയുടെ ഗുരുത്വാകർഷണ ബലം, അപ്പം നമ്മളൊക്കെ ഭൂമിയിൽ പിടിച്ചു നിർത്തുന്നത് എന്താണ്, ഗുരുത്വാകർഷണ ബലമാണ്. പക്ഷെ അവയുടെ ഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് എന്തെങ്കിലും ഒരു പന്തൊക്കെ ശക്തിയായിട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യാൻ പറ്റും, ആ ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ എത്തിയേക്കാം. ഓക്കെ, അതായത് ഗുരുത്വാകർഷണ ബലത്തിൽ എന്തോ ഒരു വ്യത്യാസം നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നൊന്ന് പറയുന്നത് എന്താണ്, ന്യൂട്രോൺ സ്റ്റാറുകളാണ്. എന്താണ് ന്യൂട്രോൺ സ്റ്റാർ എന്ന് പറഞ്ഞാൽ, നമുക്ക് മരിച്ചുപോയ നക്ഷത്രങ്ങളുടെ അവശിഷ്ടങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ന്യൂട്രോൺ സ്റ്റാർ എന്ന് പറയുന്നത്. ഇതിൻ്റെ സാന്ദ്രത എന്ന് പറയുന്നത്, ഇതിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതിൻ്റെ അപ്പുറമാണ്. അപ്പോൾ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരെയും കൂട്ടി ഒരു ചെറിയ മഴത്തുള്ളിയുടെ വലുപ്പത്തിലേക്ക് ഒതുക്കി വെച്ചാൽ അതിൻ്റെ സാന്ദ്രത എന്താണോ അത്രയും സാന്ദ്രതയാണെന്ത്, ഒരു ന്യൂട്രോൺ നക്ഷത്രത്തിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ വലുപ്പം ഒന്ന് ആലോചിച്ച് നോക്കി എത്രയുണ്ടാവും എന്നുള്ളത്. പിന്നെ അടുത്ത് പറയുന്നത് എന്താണ്, സൂപ്പർനോവ എക്സ്പ്ലോഷനാണ്, അതായത് നക്ഷത്ര സ്ഫോടനങ്ങൾ. ഇപ്പോൾ ചില നക്ഷത്രങ്ങൾ അവയുടെ അവസാന കാലത്ത് എന്ത് ചെയ്യും, അതിഭീകരമായി പൊട്ടിത്തെറിക്കും. ഇതിനെ നമ്മൾ എന്തെന്ന് പറയുക, സൂപ്പർനോവ എന്ന് പറയുക. ഇപ്പോൾ ഉദാഹരണത്തിന് ക്രാബ് നെബുല. ഇത്തരം സ്ഫോടനങ്ങളുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഇത് സമീപത്തുള്ള ഗ്രഹങ്ങളിലെ ജീവനെ പോലും ഇല്ലാതാക്കാൻ എന്തിനു പറ്റും, ഈ സ്ഫോടനങ്ങൾക്ക് പറ്റും. എന്നാൽ ഒരു രസകരമായ ഒരു വസ്തുത എന്ന് പറയുന്നത്, ഇത്തരം സ്ഫോടനങ്ങളിലൂടെയാണ് എന്നുള്ളത് നമ്മളെ ജീവൻ ആവശ്യമായിട്ടുള്ള പല മൂലകങ്ങളും ഫോം ചെയ്തിട്ടുള്ളത് ഇത്തരം സ്ഫോടനങ്ങളിൽ നിന്നാണ്. പിന്നൊന്ന് പറയുന്നത് എന്താണ്, കാനിബൽ ഗാലക്സീസ്. എന്താണ് ഈ കാനിബൽ ഗാലക്സി എന്ന് പറഞ്ഞാൽ, നക്ഷത്രങ്ങളുടെ വൻ കൂട്ടങ്ങളെ നമ്മൾ നമ്മൾ ഗാലക്സികളെന്ന് വിളിക്കുക. സോ ചില ഗാലക്സികൾ എന്ത് ചെയ്യും, തൊട്ടടുത്തുള്ള ചെറിയ ഗാലക്സികൾ എന്ത് ചെയ്യും, വിഴുങ്ങിക്കളയും. ഇതിനെ നമ്മൾ കാനിബൽ ഗാലക്സീസ് എന്ന് പറയാം. ഓക്കെ, ഇനി ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എവിടെ നിന്നാണ് കിട്ടിയത്, അല്ലെങ്കിൽ നമ്മളെങ്ങനെയാണ് ഇതെല്ലാം അറിഞ്ഞിട്ടുള്ളത്. സോ നക്ഷത്രങ്ങളിൽ സ്റ്റാർസിൽ നിന്ന് വരുന്ന പ്രകാശമാണ് ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് എത്തിച്ചേരുന്നത്. ഈ പ്രകാശത്തിലെ സന്ദേശങ്ങൾ വായിച്ചെടുക്കാനാണ് നമ്മൾ ടെലിസ്കോപ്പുകൾ ഉപയോഗിക്കുന്നത്.
അപ്പോൾ നിങ്ങൾ ഹബിൾ സ്പേസ് ടെലിസ്കോപ്പിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത്തരം ഉപകരണങ്ങൾ ഉപയോഗിച്ച് ദൂരെയുള്ള ഗാലക്സികളെ നമ്മൾ എന്ത് ചെയ്യും, നിരീക്ഷിക്കും. അപ്പോൾ ഈ ഗാലക്സികളിൽ നിന്നുള്ള പ്രകാശം എന്താണ്, കോടിക്കണക്കിന് വർഷങ്ങൾ സഞ്ചരിച്ചാണ് നമ്മളിലേക്ക് എത്തുന്നത്. മനസ്സിലായോ? അതായത് നമ്മൾ ഇന്ന് ആകാശത്ത് നിന്ന് കാണുന്നത് എന്താണ്, ശരിക്കും പ്രപഞ്ചത്തിൻ്റെ ഭൂതകാലമാണ്. അതായത് ഒരു സ്റ്റാർസിൽ നിന്ന് പുറപ്പെട്ട ലൈറ്റ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അവിടെ നിന്ന് പുറപ്പെട്ടതിന് ശേഷമാണെന്ത് നമ്മളിലേക്ക് എത്തുന്നത്. അപ്പോൾ നമ്മളിന്ന് കാണുന്നത് എന്താണ്, വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള എന്തായിരുന്നു അവസ്ഥ, അതിനെക്കുറിച്ചാണ് നമുക്ക് എന്ത് കിട്ടുക, ഇന്നത്തെ അല്ലെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്നത് എന്താണ്, വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള കാര്യത്തെക്കുറിച്ചാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഒബ്സർവ് ചെയ്തെടുക്കാൻ പറ്റുക. സോ ഈ ഒരു പാഠപുസ്തകത്തിലൂടെ അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നൽകുന്ന ഈ സന്ദേശങ്ങൾ എങ്ങനെ വായിച്ചെടുക്കാമെന്നും നമ്മളിന്ന് കാണുന്ന അറിവുകളിലേക്ക് ശാസ്ത്രം എങ്ങനെ എത്തിച്ചേർന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വിശദമായിട്ട് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇതിൻ്റെ അടുത്ത ഭാഗം എന്ന് പറയുന്നത് നാച്ചർ ഓഫ് ആസ്ട്രോണമിയാണ്. എന്താണ് ഈ ജ്യോതിശാസ്ത്രത്തിൻ്റെ സ്വഭാവം, അല്ലേ? നാച്ചർ ഓഫ് ആസ്ട്രോണമി എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമുക്ക് ജ്യോതിശാസ്ത്രത്തിൻ്റെ സ്വഭാവം എന്ന് പറയാം. ഓക്കെ, അപ്പോൾ എന്താണ് ജ്യോതിശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താണ് ജ്യോതിശാസ്ത്രം? ആസ്ട്രോണമി ഈസ് ദ സ്റ്റഡി ഓഫ് തിങ്സ് ദാറ്റ് ആർ ഔട്ട്സൈഡ് ദി എർത്ത് സച്ച് ആസ് ദി സൺ, മൂൺ, സ്റ്റാർസ്, പ്ലാനറ്റ്സ് ആൻഡ് galaxies. It also studies how these objects affect and interact with each other. Astronomy helps us to understand where the universe come from and how it has changed from the time of the Big Bang to today. മനസ്സിലായില്ലേ? എന്താണ് ലളിതമായി പറയുകയാണെങ്കിൽ ഭൂമിക്ക് പുറത്തുള്ള വസ്തുക്കളെയും അവ തമ്മിലുള്ള പ്രവർത്തനങ്ങളെയും കുറിച്ചുള്ള പഠനമാണെന്ത്, ജ്യോതിശാസ്ത്രം. ഓക്കെ, എന്നാലിത് ചുമ്മാ ഒരു സ്റ്റഡീസ് മാത്രം നമുക്ക് പറയാൻ പറ്റില്ല, മറിച്ച് പ്രപഞ്ചത്തിൻ്റെ ജനനം മുതൽ ഇന്ന് വരെയുള്ള മുഴുവൻ ചരിത്രത്തെയും ഒരു ക്രമത്തിലൂടെ മനസ്സിലാക്കുക എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, ജ്യോതിശാസ്ത്രം കൊണ്ട് അല്ലെങ്കിൽ ആസ്ട്രോണമി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ശരിക്കും എന്താണ് സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താ? സയൻസ് ഒരു പ്രോഗ്രസ് റിപ്പോർട്ടാണ്, ഒരു പുരോഗതിയുടെ റിപ്പോർട്ടാണ് എന്ന് പറയുന്നത് സയൻസ് എന്ന് പറയുന്നത്. കാരണം സയൻസ് ഒരിക്കലും ഒരു കോൺസ്റ്റൻ്റ് ആയ സംഗതിയല്ല, അതൊരു നിശ്ചലമായ സംഗതിയല്ല. പുതിയ സാങ്കേതിക വിദ്യകളും ടെലിസ്കോപ്പുകളും വരുന്നതനുസരിച്ച് എന്ത് ചെയ്യും, നമ്മുടെ അറിവുകളും എന്ത് ചെയ്യും, മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ പണ്ട് കാലത്ത് നമ്മൾ സത്യമെന്ന് കരുതിയ പല കാര്യങ്ങളും പുതിയ തെളിവുകൾ കിട്ടുമ്പോൾ കൂടുതൽ കൃത്യമായ രീതിയിൽ എന്ത് ചെയ്യും, തിരുത്തപ്പെടാറുണ്ട്. അതുകൊണ്ട് ശാസ്ത്രത്തെ എപ്പോഴും നമുക്ക് എന്തെന്ന് വിളിക്കാം, ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് എന്ന് വിളിക്കാം. പിന്നെന്ന് പറയുന്നത് ദ ഇവോൾവിങ് യൂണിവേഴ്സാണ്, പരിണമിക്കുന്ന പ്രപഞ്ചമാണ്. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് എന്തല്ല, നിശ്ചലമല്ല, അത് നിരന്തരം എന്ത് ചെയ്യുന്നുണ്ട്, മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ടുണ്ടായ വലിയ മാറ്റങ്ങളെ നമ്മൾ എന്തെന്ന് പറയുക, ഇവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെ ചില കാര്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള കാൽസ്യം, കാർബൺ, ഓക്സിജൻ തുടങ്ങിയ മൂലകങ്ങൾ എന്തില്ല, പ്രപഞ്ചത്തിൻ്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നക്ഷത്രങ്ങൾക്കുള്ളിൽ നടന്ന വലിയ പ്രവർത്തനങ്ങളിലൂടെയാണ് ഇവയൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഇനി ഈ കോടിക്കണക്കിന് ഈ പ്രപഞ്ചം എന്നുള്ള പറയുന്നത് ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് ജീവിക്കാൻ പറ്റിയൊരു സാധ്യത അല്ലെങ്കിൽ ആ ഒരവസ്ഥയിലേക്ക് എത്തിപ്പെട്ട സാധനമൊന്നുമല്ല. കോടിക്കണക്കിന് വർഷത്തെ മാറ്റങ്ങൾക്ക് ശേഷമാണ് പ്രപഞ്ചം നമ്മളെപ്പോലെയുള്ള ജീവജാലങ്ങൾക്ക് ജീവിക്കാൻ അനുയോജ്യമായിട്ടുള്ള ഒരിടമായി മാറിയിട്ടുള്ളത്. അപ്പോൾ ചുരുക്കത്തിൽ പ്രപഞ്ചം എങ്ങനെ രൂപപ്പെട്ടു എന്നും അത് എങ്ങനെ നമ്മളെ ഇവിടം വരെ എത്തിച്ചു എന്ന് പഠിക്കുന്നതാണ് ജ്യോതിശാസ്ത്രത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമെന്ന് പറയുന്നത്. ഇനി അടുത്ത സെക്ഷനിൽ നമ്മൾ പറയാൻ പോകുന്നത് നാച്ചർ ഓഫ് സയൻസ് ആണ്. ശാസ്ത്രത്തിൻ്റെ സ്വഭാവം എന്താണ്? ആദ്യം നമ്മൾ പറഞ്ഞത് ആസ്ട്രോണമിയുടെ നാച്ചർ പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നാച്ചർ ഓഫ് സയൻസ് ആണ്. എന്താണ് ശാസ്ത്രം അല്ലെങ്കിൽ ശാസ്ത്രത്തിൻ്റെ സ്വഭാവം? ഓക്കെ, ഇപ്പോൾ സയൻസ് എന്ന് പറയുന്നത് എന്താണ്? സയൻസ് ഈസ് എ സിസ്റ്റമാറ്റിക് വേ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് നാച്ചർ. ഇൻ സയൻസ് ദ ഫൈനൽ അതോറിറ്റി ഈസ് നാച്ചർ ഇറ്റ് സെൽഫ് ബേസ്ഡ് ഓൺ ഒബ്സർവേഷൻസ്, എക്സ്പെരിമെൻറ്റ്സ്, ടെസ്റ്റിംഗ് ആൻഡ് മോഡൽ. സയൻസ് ബേസിക്കലി എന്തിനെ ഡിപ്പെൻഡൻ്റ് ആണ്? ഒബ്സർവേഷൻ, അതുമായി ബന്ധപ്പെട്ടുള്ള എക്സ്പെരിമെൻറ്റ്സ്, അതുമായി ബന്ധപ്പെട്ടുള്ള ടെസ്റ്റിങ്, മോഡൽസ്, ഇതൊക്കെയാണ് സയൻസിൻ്റെ മെയിൻ ഭാഗങ്ങളെന്ന് പറയുന്നത്. അതായത് സയൻസ് ഈസ് നോട്ട് ജസ്റ്റ് എ കളക്ഷൻ ഓഫ് ഫാക്ട്സ്, ഇറ്റ് ഈസ് എ മെത്തേഡ് യൂസ്ഡ് ടു എക്സ്പ്ലെയിൻ ഹൗ നാച്ചർ ബിഹേവ്സ്, അല്ലേ? അപ്പോൾ ഇതെങ്ങനെ പറയാം, സംഭവം നിങ്ങൾക്ക് മനസ്സിലായോ?
അതായത് ഈ സയൻസ് എന്ന് പറയുന്നത് എന്താണ്, തുടങ്ങുന്നത് ഒബ്സർവേഷനിലൂടെയാണ്. പക്ഷെ അവിടെ ഒബ്സർവേഷൻ മാത്രമാണോ ഉള്ളത്? അല്ലല്ലോ. ഇപ്പോൾ പണ്ട് കാലത്ത് മനുഷ്യന്മാരെന്താ കരുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രമെന്ന് പറയുന്നത്. സൂര്യനും ഗ്രഹങ്ങളും എന്ത് ചെയ്യുന്നു, ഭൂമിയെ ചുറ്റുന്നു. ഒരു ജിയോ സെൻട്രിക് മോഡലായിരുന്നു പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നത്. പക്ഷേ അക്കാലത്തെ നിരീക്ഷണങ്ങളും മനുഷ്യന്മാർ കണ്ണുകൊണ്ട് കണ്ടപ്പോൾ അങ്ങനെയൊക്കെ മനസ്സിലാക്കി എന്ത് ചെയ്തു, അതന്നെയാണ് ഉറപ്പിച്ചു വെച്ചു. പക്ഷേ പിന്നീട് ടെലിസ്കോപ്പുകളും മറ്റു ഉപകരണങ്ങളും കണ്ടുപിടിച്ച സമയത്ത് ആ പഴയ മാതൃക എന്ത് ചെയ്തു, തെറ്റാണെന്ന് തെളിയിക്കുകയും സൂര്യൻ കേന്ദ്രമായിട്ടുള്ള പുതിയ മാതൃക ഹീലിയോസെൻട്രിക് മോഡൽ എന്ത് ചെയ്തു, നിലവിൽ വരികയും ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ സയൻസ് എന്ന് പറയുന്നത് കേവലം എന്തല്ല, ഒബ്സർവേഷൻ മാത്രമല്ല. ആ ഒബ്സർവേഷൻ്റെ ബേസിൽ എക്സ്പെരിമെൻറ്റ്സ്, അത് വീണ്ടും ടെസ്റ്റ് ചെയ്യുക, മോഡൽ ഉണ്ടാക്കുക, അത് പ്രൂവ് ചെയ്യുക, അതിനെ വീണ്ടും കൗണ്ടർ ചെയ്യുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്ത് സയൻസായിട്ട് എന്ത് ചെയ്യുന്നത്, രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിന് എക്സാമ്പിളാണ് ഈ പണ്ട് കാലത്ത്, ഒരു കാലത്ത് വരെ മനുഷ്യർ വിശ്വസിച്ചെന്താണ്, ഭൂമിക്ക് ചുറ്റുമാണ് ബാക്കി സൂര്യനും മറ്റു ഗ്രഹങ്ങളൊക്കെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ പിന്നീട് എന്ത് ചെയ്തു, അത് തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടു. എന്താണ്, ഹീലിയോസെൻട്രിക് മോഡലിലേക്ക്, അതായത് സൂര്യന് ചുറ്റുമാണ് മറ്റ് ഗ്രഹങ്ങൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറ്റി, അല്ലെങ്കിൽ അത് പ്രൂവ് ചെയ്യപ്പെട്ടു. ഇനി എന്താണ് ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ന്യൂ സയൻറ്റിഫിക് ഐഡിയാസ് ആർ കോൾഡ് ദി ഹൈപ്പോത്തിസിസ്. ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ സങ്കല്പം, മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഒരു പുതിയ കാര്യം വിശദീകരിക്കാൻ ആദ്യം മുന്നോട്ട് വെക്കുന്ന ആശയത്തെയാണ് എന്തെന്ന് പറയുക, ഹൈപ്പോത്തിസിസ് എന്ന് പറയുക. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് എക്സ്പെരിമെൻറ്റോ കാര്യങ്ങളോ ചെയ്യാൻ പോവുകയാണ്, നമുക്ക് റിസൾട്ടൊന്നും കിട്ടിയിട്ടില്ല, പക്ഷേ നമുക്ക് റിസൾട്ട് എന്താണെന്ന് മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് വെച്ചിട്ട് സ്റ്റഡീസ് മുന്നോട്ട് പോകുന്നത് നമ്മൾ എന്തെന്ന് പറയുക, അത് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഹൈപ്പോത്തിസിസ് ശരിയാവണമെങ്കിൽ എന്ത് ചെയ്യണം, അത് ടെസ്റ്റബിൾ ആയിരിക്കണം. അതിനെ പരീക്ഷിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റണം, അത് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റണം. അപ്പോൾ നമ്മുടെ പരീക്ഷണ ഫലങ്ങൾ നമ്മൾക്കൊരു കാര്യം നമുക്ക് ഹൈപ്പോത്തിസിസിലൂടെ ഉണ്ടെന്നും പറയാം, ഇല്ല എന്നും പറയാം. അത് ഉണ്ട് എന്നുള്ളത് എക്സ്പെരിമെൻറ്റിലൂടെ പ്രൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു സംഗതി നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അതിനെ തള്ളിക്കളയേണ്ടി വരും. ഇപ്പോൾ പരീക്ഷണ ഫലങ്ങൾ ഹൈപ്പോത്തിസിസിനെ എതിർക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു കൺസെപ്റ്റ് വെച്ചു, ഇപ്പോൾ നേരത്തെ എക്സാമ്പിൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പണ്ട് ഭൂമിയായിരുന്നു സെൻറ്ററിൽ എന്ന് പറഞ്ഞു, പക്ഷേ പിന്നീട് അത് എങ്ങനെയാണ് തെറ്റായിട്ടുള്ളത്, ആ ഒരു സംഗതി വെച്ച് നമ്മൾ എക്സ്പെരിമെൻ്റൊക്കെ വെച്ച് പഠിച്ച സമയത്ത് എന്ത് മനസ്സിലായി, സൂര്യന് ചുറ്റുമാണ് മറ്റ് ഗ്രഹങ്ങൾ കറങ്ങുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അതിലേക്ക് എത്തി. അപ്പോൾ എന്ത് ചെയ്തു, ആ ഹൈപ്പോത്തിസിനെ നമ്മൾ തള്ളിക്കളഞ്ഞു. പകരം നമ്മൾ എന്ത് ചെയ്തു, പുതിയ ആ രീതിയെ നമ്മൾ എന്ത് ചെയ്തു, ആക്സെപ്റ്റ് ചെയ്തു. ഒരു ഉദാഹരണം ഞാൻ പറയാം. അപ്പോൾ അയാൾ എന്ത് ചെയ്യുന്നു, മൂപ്പര് കണ്ടിട്ടുള്ള എല്ലാ ആടും എന്താണ്, കറുപ്പ് കളറിലാണെന്ന് കരുതി. എന്നിട്ട് അയാൾ പറഞ്ഞു ലോകത്തെ എല്ലാ ആടുകളും എന്താണ്, കറുത്തതാണ് എന്നുള്ളത്. പക്ഷേ അയാൾ പിന്നീട് എപ്പോഴെങ്കിലും ഭൂമിയിൽ എവിടെയെങ്കിലും സഞ്ചരിക്കുമ്പം അപ്രതീക്ഷിതമായൊരു വെള്ള ആടിനെ കണ്ടാലോ, അയാളുടെ ഹൈപ്പോത്തിസിസ് അയാൾ പറഞ്ഞു വെച്ച് ശരിയാവുമോ? അല്ല. അതെന്താണ്, അത് തെറ്റാണ്. കാരണം അയാൾ ആകെ എന്തേ കണ്ടിട്ടുള്ളൂ, കറുത്ത ആടുകളെ മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഭൂമിയിൽ എന്തുണ്ട്, അയാൾ താമസിക്കുന്ന സമയത്ത് ഒരു പക്ഷേ കറുത്ത ആടുകൾ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. പക്ഷെ അതിനപ്പുറം എന്തുണ്ടാവും, വെളുത്ത ആടുകളുണ്ട്. അപ്പം അയാളുടെ ഹൈപ്പോത്തിസിസ് എന്താണ്, തെറ്റാണ്. അപ്പോൾ എന്താണെന്നുള്ള ക്ലിയർ ആയല്ലോ. ഇനി ജ്യോതിശാസ്ത്രം എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് ആൻ ഒബ്സർവേഷണൽ സയൻസാണ്. കാരണം നമുക്കിത് ലാബുകളിൽ കൊണ്ടുപോയാണ്ട് അല്ലെങ്കിൽ സൂര്യനിൽ ഇവിടുന്ന് ഒരു വണ്ടി കൊടുത്താണ്ട് നക്ഷത്രങ്ങളിലൊക്കെ പോയി അവിടെ ഇരുന്ന് പഠിക്കാൻ പറ്റുന്ന സാധനമല്ല എന്തെന്ന് പറയുന്നത്, ജ്യോതിശാസ്ത്രം എന്ന് പറയുന്നത്. നമുക്ക് പ്രത്യേകിച്ച് ലാബോറട്ടറിയിൽ വെച്ച് എന്ത് ചെയ്യാൻ പറ്റില്ല, നക്ഷത്രങ്ങളെ പരീക്ഷിക്കാനൊന്നും കഴിയില്ല. അതിനാൽ തന്നെ ഈ ആസ്ട്രോണമി നമുക്ക് എന്തെന്ന് വിളിക്കാം, നിരീക്ഷണ ശാസ്ത്രം എന്ന് വിളിക്കാം, അല്ലെങ്കിൽ സയൻസ് എന്ന് വിളിക്കാം. അപ്പോൾ പ്രപഞ്ചം നമുക്ക് അയച്ചു തരുന്ന സന്ദേശങ്ങളെ നമ്മൾ എന്ത് ചെയ്യും, ശ്രദ്ധയോടെ നിരീക്ഷിക്കും. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, പല പല കൺക്ലൂഷനിലേക്കും നമ്മൾ എന്ത് ചെയ്യും, എത്തിച്ചേരും. പിന്നെന്ന് പറയുന്നത് ഇതൊരു ഒബ്സർവേഷണൽ സയൻസ് മാത്രമല്ല, ഇതൊരു ഹിസ്റ്റോറിക്കൽ സയൻസ് കൂടിയാണ്. ഹിസ്റ്റോറിക്കൽ സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിന്ന് കാണുന്ന ഈ നക്ഷത്രപ്രകാശം എന്ന് പറയുന്നത് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ നടന്ന കാര്യങ്ങളാണ്. ഒരു ഡിറ്റക്റ്റീവ് ക്രൈം സീനിൽ തെളിവുകൾ ശേഖരിക്കുന്നത് പോലെയാണ് ആസ്ട്രോണമിസ്റ്റ് പ്രപഞ്ചത്തിലെ തെളിവുകൾ ശേഖരിക്കുന്നത്. അതായത് മുമ്പെപ്പോഴോ കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളിപ്പോൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആസ്ട്രോണമി നമുക്ക് എന്തെന്ന് പറയാം, ഒരു സെൽഫ്
കറക്റ്റിംഗ് നാച്ചുറാണ്. സ്വയം തിരുത്തുന്ന ശാസ്ത്രമാണെന്ത്? ആസ്ട്രോണമി. അല്ലെങ്കിൽ ആസ്ട്രോണമി അല്ല, സയൻസ് എന്ന് പറയുന്നത് സ്വയം തിരുത്തുന്ന ശാസ്ത്രമാണ്. അപ്പോൾ ശാസ്ത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും എന്താണ്? ചോദ്യം ചെയ്യപ്പെടുകയും തിരുത്തപ്പെടുകയും ചെയ്യുന്നു എന്നതാണ്. അപ്പോൾ ശാസ്ത്രജ്ഞർ പരസ്പരം പരീക്ഷണങ്ങളെ വെല്ലുവിളിക്കും, അല്ലെങ്കിൽ ഇതിലൂടെ തെറ്റുകൾ തിരുത്തപ്പെടുകയും കൂടുതൽ കൃത്യമായ അറിവുകൾ പുറത്തു വരികയും ചെയ്യുന്നു. ഇപ്പോൾ ഒരുപക്ഷെ നമ്മൾ കണ്ടെത്തിയ കാര്യങ്ങളായിരിക്കില്ല മറ്റൊരാൾ കണ്ടെത്തിയിട്ടുണ്ടാവുക. അപ്പോൾ ഇതിന് ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ റിസർച്ച് വർക്കുകളൊക്കെ നിങ്ങൾക്ക് അറിയാലോ, ഒരാളുടെ ഫൈൻഡിങ്ങിനെ ക്രോസ് ചെയ്യും, അല്ലെങ്കിൽ അതിനെ ഇമ്പ്രൂവ് ചെയ്യും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ റിസർച്ച് പബ്ലിക്കേഷനിൽ നമുക്ക് നിരന്തരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ചുരുക്കത്തിൽ പ്രകൃതിയാണെന്ത്? ശാസ്ത്രത്തിലെ അവസാനത്തെ വിധികർത്താവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രകൃതി വെളിപ്പെടുത്തുന്ന സത്യങ്ങളെ അംഗീകരിക്കുക എന്നതാണ് ശാസ്ത്രീയമായ രീതി, അല്ലേ? സയൻസിൻ്റെ ഏറ്റവും വലിയ രസം അതാണ്. സയൻസ് എന്ന് പറയുന്നത് എന്താണ്? പ്രകൃതിയാണ് സയൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രകൃതിയാണ് സയൻസ്. സയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകൃതിയാണ്. പ്രകൃതിയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള അതിൻ്റെ ഒബ്സർവേഷന്. അപ്പോൾ എന്താണ്, ഈ ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത് പറയാൻ പോകുന്നത് ലോസ് ഓഫ് നാച്ചറാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് ശാസ്ത്രത്തിൻ്റെ രീതികളെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു, സയൻസിനെ കുറിച്ച് പറഞ്ഞു. ഇനി എങ്ങനെയാണ് ഈ നാച്ചർ എന്ത് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്? അതിനൊരു ചില നിശ്ചിത നിയമങ്ങളൊക്കെ ഉണ്ട്, അല്ലേ? റൂൾസ് ഓഫ് ഗെയിം, അല്ലെങ്കിൽ ഗെയിം നിയമങ്ങൾ, നമുക്കൊരു അങ്ങനെയൊക്കെ പറയാം. ഇത് ചുമ്മാ ഒരു നിയന്ത്രണമൊന്നും ഇല്ലാതെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി ഓടി നടക്കുന്ന ഇതൊന്നുമല്ല. പണ്ടൊരു പാട്ടൊക്കെ ഉണ്ടായിരുന്നു, എന്താണ്, എനിക്ക് വരി ഓർമ്മ കിട്ടണില്ല. അതായത് കണ്ണിൽപ്പെടാതെ കറങ്ങി തിളങ്ങും ഗോളങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട്, അത് എല്ലാം എന്താണ്? ഒരു നിശ്ചിത പാതയിൽ നിശ്ചിത സമയത്തിൽ എന്ത് ചെയ്യുന്നു? കൃത്യമായി ചലിച്ചു കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ എന്താ പറയുക, നിയമങ്ങളെക്കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ പ്രപഞ്ചം മുഴുവൻ നമുക്ക് എന്ത് പറയാം? ഒരേ നിയമമാണെന്ന് പറയാം. ഓക്കെ, ദ ലോസ് ഓഫ് നാച്ചർ ആർ എന്താണ്? യൂണിവേഴ്സൽ. ആസ്ട്രോണമി ബിക്കം പോസിബിൾ. സയൻസ് അങ്ങനെ നിങ്ങളെ പാരഗ്രാഫിൽ നിന്ന് വായിച്ചു നോക്കും. അപ്പോൾ ജ്യോതിശാസ്ത്രത്തിൻ്റെ ഏറ്റവും വലിയ അത്ഭുതകരമായ കണ്ടെത്തൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭൂമിയിൽ പ്രവർത്തിക്കുന്ന അതേ നിയമങ്ങൾ അതെന്താണോ അത് തന്നെയാണ് എന്ത്? പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും ദൂരെയുള്ള കോണുകളിലും പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം നോക്കാം. ഒരു ബാറ്റ്സ്മാൻ എന്ത് ചെയ്യുന്നു? പന്ത് അടിച്ചുയർത്തുമ്പോൾ ആ പന്തിൻ്റെ ചലനത്തെ നിയന്ത്രിക്കുന്ന ഗുരുത്വാകർഷണ നിയമം അത് തന്നെയാണ് ദൂരെയുള്ള കോടിക്കണക്കിന് നക്ഷത്രങ്ങളുടെ ചലനത്തെയും നിയന്ത്രിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഗുരുത്വാകർഷണ ബലത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെയും നമ്മളെന്താണ്? അതേ കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ യൂണിവേഴ്സിനെയും നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഈ ഒരു നിയമത്തിൻ്റെ കൺസിസ്റ്റൻസി കാരണമാണ്, അല്ലെങ്കിൽ ഇവിടെ അപ്ലിക്കബിൾ ആയിട്ടുള്ള നിയമങ്ങളൊക്കെ എന്ത് ചെയ്യാം? നമുക്ക് ഈ പ്രപഞ്ചത്തിലെ എവിടെയും കൊണ്ടുവച്ച് നമുക്ക് പഠിക്കാം എന്നുള്ളത് കൊണ്ടാണ് ഭൂമിയിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ദൂരെയുള്ള ഗ്രഹങ്ങളെയും നക്ഷത്രങ്ങളെയും കുറിച്ചൊക്കെ പഠിക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഡിഫറെൻറ്റ് സ്ഥലത്ത് ഡിഫറെൻറ്റ് നിയമങ്ങളും ഡിഫറെൻറ്റ് കാര്യങ്ങളാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യില്ല? ഭൂമിയിൽ ഇരുന്നു കൊണ്ട് അത് പഠിക്കുക എന്നുള്ളത് എന്തല്ല? പ്രാക്ടിക്കലി പോസിബിൾ ആയിരിക്കൂല. ഓക്കെ, ഇനി സയൻറ്റിഫിക് ലോസ് ആൻഡ് മോഡൽസ് ആർ നോട്ട് ഫിക്സ്ഡ് ഫോർ എവർ. നമ്മൾ നേരത്തെ പറഞ്ഞു, പുതിയ ഒബ്സർവേഷനും എക്സ്പെരിമെൻ്റൊക്കെ എന്ത് ചെയ്യാണ്? ഉണ്ടായിക്കഴിഞ്ഞാൽ ഓൾഡ് മോഡൽസിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? അതിനെ ഇമ്പ്രൂവ് ചെയ്യാം, അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു, അല്ല? ഓക്കെ, ഇനി ഈ ഒരു സെക്ഷനിൽ പറയുന്നത്, ഇപ്പോൾ നമ്മുടെ അറിവുകൾ ഇങ്ങനെ കൂടുന്നതനുസരിച്ച് ശാസ്ത്രീയ നിയമങ്ങളിലും എന്ത് ചെയ്യും? മാറ്റങ്ങൾ വരും. ഇപ്പോൾ കൂടുതൽ കൃത്യമായ നിരീക്ഷണങ്ങളിലേക്കും പുതിയ കണ്ടെത്തലുകളിലേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എത്താൻ പറ്റും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, 100 വർഷങ്ങൾക്ക് മുമ്പ് ആൽബർട്ട് ഐൻസ്റ്റീൻ അവതരിപ്പിച്ച ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി. ഈ ഒരു നിയമമാണ് ബ്ലാക്ക് ഹോളുകൾ എന്നുള്ള നമ്മുടെ കൺസെപ്റ്റിനെ സാന്നിധ്യം പ്രവചിക്കാനും കണ്ടെത്താനൊക്കെ നമ്മളെ സഹായിച്ചിട്ടുള്ളത്. ഇനി ഈ സയൻറ്റിഫിക് മോഡൽസ് നമ്മളിപ്പം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഭാഷയിലൊക്കെ പറയാന്നുള്ളത് എന്താണ്? പ്രാക്ടിക്കലി ബുദ്ധിമുട്ടാണ്. സോ കോംപ്ലക്സ് ഐഡിയാസിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ, സിമ്പിൾ വേർഡ്സ് മേ നോട്ട് ഫുള്ളി ഡിസ്ക്രൈബ് ദ കോംപ്ലക്സ് ഐഡിയാസ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ദ ആറ്റം ഈസ് സംടൈംസ് കമ്പയർഡ് ടു എ ടൈനി സോളാർ സിസ്റ്റം ബട്ട് ദിസ് കമ്പാരിസൺ ഓൺലി പാർട്ട്ലി കറക്റ്റ് ആൻഡ് ക്യാൻ ബി മിസ്ലീഡിങ്. അതായത് ഒരു ആറ്റത്തിൻ്റെ ഘടനയെ നമുക്കറിയാം. ആറ്റം എന്ന് പറഞ്ഞാൽ സെൻട്രൽ എന്താണ്? ന്യൂക്ലിയസും
സറൗണ്ടിങ്സ് ഇലക്ട്രോൺസും ഉണ്ട്. അപ്പോൾ ഈ ഒരു ആറ്റത്തിൻ്റെ ഘടനയെ നമ്മളിപ്പോൾ ഗ്രഹങ്ങൾ സൂര്യന് ചുറ്റുന്നത് പോലെ ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിനെ ചുറ്റുന്നു എന്നൊക്കെ പറയാം. പക്ഷേ ഇത് തമ്മിൽ എന്തുണ്ട്, നല്ല വ്യത്യാസമുണ്ട്. രണ്ടും എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഒരു സിമ്പിൾ വേർഡ്സ് കൊണ്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സയൻറ്റിസ്റ്റ് എന്താ ചെയ്യുക, ശാസ്ത്രങ്ങളെ നമ്മളിങ്ങനെ വാക്കുകളെക്കാൾ കൂടുതൽ മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ സമവാക്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഈ കൺസെപ്റ്റുകളൊക്കെ സയൻറ്റിസ്റ്റുകൾ വിശദീകരിക്കുന്നത്. അപ്പോൾ സയൻസിൻ്റെ സയൻസിൻ്റെ കൃത്യമായ ഭാഷ ബേസിക്കലി എന്താണ്, മാത്സാണ്. മാത്സ് ഇല്ലാതെ എന്തില്ല, സയൻസ് ഇല്ല. സയൻസ് ബേസിക്കലി എന്താണ്, മാത്സ് തന്നെയാണെന്ന് പറയാം. പക്ഷേ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നിങ്ങൾ MDCക്കാരായതുകൊണ്ട് നമുക്ക് സങ്കീർണമായിട്ടുള്ള കണക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ചുരുക്കത്തിൽ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രപഞ്ചം വലിയൊരു യന്ത്രമാണെങ്കിൽ ആ യന്ത്രങ്ങളെ മാത്സൊക്കെ ഒഴിവാക്കി കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും അറിഞ്ഞുകൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടും പഠിക്കാനാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ശ്രമിക്കുന്നത്. ഓക്കെ, ഇനി ജ്യോതിശാസ്ത്രത്തിലെ സംഖ്യകൾ, അതായത് നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? സോ ആസ്ട്രോണമി ഡീൽസ് വിത്ത് എന്താണ്, എക്സ്ട്രീംലി ലാർജ് ഡിസ്റ്റൻസ് ആൻഡ് വെരി ബിഗ് നമ്പേഴ്സ് ദാറ്റ് ആർ ഡിഫിക്കൽട്ട് ടു ഇമാജിൻ. നിങ്ങൾക്കൊരു മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ അറിയാം, ഒരു കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ അറിയാം, ഈ കിലോമീറ്റർ ഇപ്പോൾ 100 കിലോമീറ്റർ പറഞ്ഞാൽ എത്രത്തോളം ഉണ്ടെന്നുള്ളതൊക്കെ നമുക്കറിയാം. അപ്പോൾ നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് നക്ഷത്രങ്ങൾക്ക് ദൂരം എത്രയാണ് നമ്മളെങ്ങനെ പറയാം, കിലോമീറ്ററിൽ മെഷർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ജ്യോതിശാസ്ത്രത്തിലേക്ക് നമ്മൾ ആസ്ട്രോണമിയിലേക്ക് വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന നമ്പർ എന്ന് പറയുന്നത് കിലോമീറ്ററിലൊന്നും പറയാൻ പറ്റിയ ദൂരങ്ങൾ അല്ല. അപ്പോൾ ഈ നമ്പറുകളെ നമുക്ക് എന്ത് ചെയ്യാം, പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ. 2 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മനസ്സിലാക്കാം. അതിലൊന്നാമത്തെ പറയുന്നതാണ് എന്ത്, സയൻറ്റിഫിക് നൊട്ടേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ 500 കോടി എന്നൊക്കെ എഴുതുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യും, 5 ഇൻറ്റു ഇതിലെഴുതിയ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, 5 ഇൻറ്റു 10⁻85 ആണ് കേട്ടോ. 5 ഇൻറ്റു 10⁻85. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ എഴുതുക. ഒന്നുകിൽ 10ൻ്റെ പവറായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ വേണ്ടി പറ്റും. അതാണ് ഒരു മെത്തേഡ്. അതിന് നമ്മൾ എന്ത് പറയും, സയൻറ്റിഫിക് നൊട്ടേഷൻ എന്ന് പറയും. ഇപ്പോൾ 10⁻0 എന്ന് പറഞ്ഞാൽ എന്താണ്, 1 ആണ്. 10⁻1 എന്ന് പറഞ്ഞാൽ 10, 10⁻2 എന്താണ് 100, 10⁻3 എന്ന് പറഞ്ഞാൽ 1000. അങ്ങനെ ഒരു 10ൻ്റെ പവറായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയുക, സയൻറ്റിഫിക് നൊട്ടേഷൻ എന്ന് പറയാം. രണ്ടാമത് പറയുന്നത് എന്താണ്, പ്രകാശവർഷമാണ്. ഇപ്പോൾ ജ്യോതിശാസ്ത്രത്തിലെ ദൂരങ്ങൾ അളക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അളവുകോലാണ് എന്ത്, പ്രകാശവർഷം. അപ്പോൾ എന്താണ് ഈ പ്രകാശവർഷം എന്ന് പറഞ്ഞാൽ, ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരത്തെ നമ്മൾ എന്തെന്ന് പറയുക, പ്രകാശവർഷം എന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ പേരിൽ വർഷം എന്നുള്ളത് കൊണ്ട് ഇതെന്ത് ചെയ്തത്, സമയമല്ല, പകരം എന്താണ്, ഇതൊരു ദൂരത്തിൻ്റെ അളവാണ്. ഓക്കെ, സോ ലൈറ്റിൻ്റെ സ്പീഡ് എന്താ, 3 ഇൻറ്റു 10⁵5 km/s ആണ്. അപ്പോൾ ഈ ഒരു സ്പീഡിൽ ലൈറ്റ് ഒരു വർഷം ട്രാവൽ ചെയ്യുകയാണെങ്കിൽ 9.46 ഇൻറ്റു 10⁻12 കിലോമീറ്റർ എന്ത് ചെയ്യും, ഈ ഒരു സമയം സഞ്ചരിക്കും. അപ്പോൾ ഒരു പ്രകാശവർഷം എന്ന് പറഞ്ഞാൽ എത്രയായി, ഈ ഒരു വർഷം ലൈറ്റ് സഞ്ചരിക്കുന്ന ദൂരമാണല്ലോ, അത് എത്രയാണ്, 9.46 ഇൻറ്റു 10⁻12 കിലോമീറ്റർ. ഇതിനെ നമ്മൾ എന്തെന്ന് പറയുക, പ്രകാശവർഷം എന്ന് പറയുക. ഓക്കെ, അതായത് 9.46 ലക്ഷം കോടി കിലോമീറ്റർ. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഒരു ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് 1 കിലോമീറ്റർ എത്രയെന്ന് അറിയാലോ. അപ്പോൾ ഇത് എത്രയാണ്, 9.46 കോടി കിലോമീറ്റർ. അപ്പോൾ നമ്മുടെ പ്രപഞ്ചം എത്ര വലുതായിരിക്കും, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നമുക്ക് ഏറ്റവും അടുത്തുള്ള നക്ഷത്രമാണ് പ്രോക്സിമ സെൻറ്റോറി. അത് നമ്മളിൽ നിന്ന് ഏകദേശം എത്രയാണ്, 4.3 പ്രകാശവർഷം അകലെയാണ്. അതായത് 40 ലക്ഷം കോടിയിലധികം എന്താണ്, കിലോമീറ്റർ. ഓക്കെ, 4.3 ലൈറ്റ് ഇയേഴ്സ് എവേ. ക്ലിയർ ആയില്ലേ? ഓക്കെ, അതായത് ഏറ്റവും അടുത്തുള്ള, ഭൂമിക്ക് ഏറ്റവും അടുത്തുള്ള സ്റ്റാർ എന്ന് പറയുന്നത് 4.3 ലൈറ്റ് ഇയർ എവേ ആണ്.
ഇപ്പോൾ അടുത്ത ഒരു ഉദാഹരണം പറയുന്നത്, ഇപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആകാശത്ത് നമ്മൾ കാണുന്ന ഭൂരിഭാഗം നക്ഷത്രങ്ങളും എന്താണ് നൂറുകണക്കിനോ ആയിരക്കണക്കിനോ പ്രകാശവർഷങ്ങൾക്ക് എന്താണ് അകലെയാണ്. അപ്പോൾ ഒരു പ്രകാശവർഷം എത്രയാണ്? 9.46 ലക്ഷം കോടി കിലോമീറ്ററാണ് കേട്ടോ. ഇനി നമ്മൾ ആകാശത്ത് കാണുന്ന മനോഹരമായിട്ടുള്ള എന്താണ് ഓറിയോൺ നെബുല. ഇത് ഏകദേശം 1000, നിങ്ങൾ ഫിഗറിൽ കാണുന്ന സാധനമല്ലേ, ഇത് ഏകദേശം 1400 പ്രകാശവർഷം അകലെയാണ്. അതായത് അവിടുത്തെ പുതിയ നക്ഷത്രങ്ങളിൽ നിന്നുള്ള പ്രകാശം നമ്മുടെ കണ്ണിലെത്താൻ എത്ര വർഷം എടുക്കും? 1400 വർഷമെടുക്കും. അല്ലെ, ഏതെങ്കിലും ഒരു ലൈറ്റ് നമ്മുടെ കണ്ണിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത് എത്ര വർഷങ്ങൾക്ക് മുമ്പ് പുറപ്പെട്ടതാണ്? 1400 പ്രകാശവർഷം മുമ്പ് പുറപ്പെട്ടിട്ടുള്ളതാണ്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പോകാൻ പോകുന്നത് എന്താണ്? നമ്മൾ പ്രപഞ്ചത്തിൻ്റെ പര്യടനം, നമ്മൾ ടൂറ് പോകാൻ പോവുക, എ ടൂർ ഓഫ് ദി യൂണിവേഴ്സ്. ഓക്കെ, സോ നമ്മളിന്ന് നമ്മുടെ വീട് പറഞ്ഞാൽ ഭൂമിയിൽ നിന്ന് നമ്മളെന്ത് ചെയ്യാണ്? പ്രപഞ്ചത്തിൻ്റെ അതിരുകളിലേക്കുള്ള ഒരു വിനോദയാത്ര പോകാമെന്ന് വിചാരിച്ചോ. നമുക്കെല്ലാവർക്കും കൂടെ പോയി നോക്കാം, എന്തൊക്കെ കാണാൻ പറ്റും, അവിടെ എന്തൊക്കെയുണ്ട്, എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ, എന്തൊക്കെയാണ് അത്ഭുതങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം തുടങ്ങുന്നത് എവിടെ നിന്നാണ്? നമ്മളെ ഗ്രഹം ഏതാണ്? ഭൂമിയല്ലേ. ഭൂമിയിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. നമ്മുടെ ഭൂമിയുടെ വ്യാസം എന്ന് പറയുന്നത് എത്ര കിലോമീറ്ററാണ്? 13,000 കിലോമീറ്റർ വ്യാസമുള്ള ഭൂമിയിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ നമ്മുടെ യാത്ര തുടങ്ങുന്നത്. ബഹിരാകാശം നോക്കിയാൽ ഉപരിതലത്തിൻ്റെ, നമ്മൾ ബഹിരാകാശത്ത് പോയിട്ട് ഭൂമിയിലേക്ക് നോക്കിയാൽ നമുക്ക് എങ്ങനെ കാണാൻ പറ്റുക? 2/3 ഭാഗം എന്താണ്? വെള്ളമാണ്. പിന്നെ മറ്റ് ഗ്രഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി തിരിച്ചറിയാൻ ഉപകാരപ്പെടുന്ന ഒന്ന് ഭൂമിയിലുള്ള വെള്ളത്തിൻ്റെ പ്രസൻസ് ആണ്. പിന്നെ രാത്രി കാലങ്ങളിൽ എന്താണ് നമ്മുടെ നഗരങ്ങളിൽ കത്തുന്ന വിളക്കുകൾ, അത് ഭൂമിയിൽ എന്താണ്? ജീവനുണ്ടെന്നതിൻ്റെ അടയാളമാണ്. ഓക്കെ, ഇനി രണ്ടാമത് പറയുന്നത്, നിങ്ങൾ ആ സ്പീക്കറിലേക്ക് നോക്കിയേ, ഭൂമിയും ചന്ദ്രനും ഇവിടെ കിടക്കണമെന്നുള്ളത്. ഭൂമിയുടെ ഏക ഉപഗ്രഹമാണെന്ത്? ചന്ദ്രൻ എന്ന് പറയുന്നത്. ഭൂമിയിൽ നിന്ന് ഏകദേശം എത്ര കിലോമീറ്ററാണ്? നിങ്ങൾ നോക്കിയേ, അവിടെ ഇതിൻ്റെ ദ മൂൺ ഈസ് എബൌട്ട്, അല്ലേ, ഒരു നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഭൂമിയുടെ ഡയമീറ്ററിൻ്റെ 30 ടൈംസ് ആണ് എന്തെന്ന് പറയുന്നത്, എന്ത്? ഭൂമിയും ഈ പറഞ്ഞ ചന്ദ്രനും തമ്മിലുള്ള, മൂണും തമ്മിലുള്ള അകലെന്ന് പറയുന്നത്. പക്ഷെ നമ്മളെ പ്രകാശത്തിന് ചന്ദ്രനിൽ നിന്ന് ഭൂമിയിലെത്താൻ എത്ര മതി? 1.3 സെക്കൻഡ് മതി കേട്ടോ. ഇനി ഭൂമിയുടെ വലിപ്പത്തിൻ്റെ 1/4 മാത്രമാണെന്ത്? ചന്ദ്രൻ്റെ വലിപ്പം. ഭൂമിയുടെ വലിപ്പം എത്രയാണോ അതിൻ്റെ 1/4 മാത്രമാണെന്ത്? ചന്ദ്രൻ്റെ വലിപ്പം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഭൂമിനെക്കുറിച്ച് മനസ്സിലാക്കി, ഭൂമിൻ്റെ ഡയമീറ്റർ മനസ്സിലാക്കി, ഭൂമിൻ്റെ ഏക ഉപഗ്രഹമായ ചന്ദ്രനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ പറഞ്ഞു, ചന്ദ്രനിൽ നിന്ന് പ്രകാശം ഭൂമിയിലേക്ക് എത്താനുള്ള സമയം നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സൂര്യനെ കുറിച്ചാണ്. ഓക്കെ, സൂര്യൻ നമുക്കറിയാലോ, സൂര്യനെ ചുറ്റുമാണ് എന്ത് ചെയ്യുന്നത്? ഈ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. സോ എന്താണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് പറഞ്ഞാൽ? ഭൂമിയും സൂര്യനും തമ്മിലുള്ള ശരാശരി ദൂരമായ 150 ദശലക്ഷം കിലോമീറ്ററിനെ നമ്മൾ എന്തെന്ന് പറയാം? ഒരു ആസ്ട്രോണമിക്കൽ എന്തെന്ന് പറയുന്നത്? യൂണിറ്റ് എന്ന് വിളിക്കുന്നത്. സോ പ്രകാശം ഈ ദൂരം സഞ്ചരിക്കാൻ ഏകദേശം എത്ര മിനിറ്റ് എടുക്കും? 8 മിനിറ്റിലധികം എടുക്കും. അതായത് സൂര്യനിൽ നിന്ന് ഇപ്പോൾ എന്ത് നടന്നാലും നമ്മളത് അറിയുന്നത് എന്താണ്? 8 മിനിറ്റിന് ശേഷമാണ്. വേണമെങ്കിൽ ഒന്നുകൂടെ ഞാൻ പറയാം. ഭൂമിയും സൂര്യനും തമ്മിലുള്ള ശരാശരി ദൂരമായ 150 ദശലക്ഷം കിലോമീറ്റർ, 150 മില്യൺ കിലോമീറ്റർ നമ്മൾ എന്തെന്ന് പറയുക? 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് വിളിക്കുന്നത്. പ്രകാശം ഇത്രയും ദൂരം സഞ്ചരിക്കാൻ എന്ത് ചെയ്യും? 8 മിനിറ്റ് എടുക്കും. അപ്പോൾ സൂര്യനിൽ നിന്ന് നമുക്കിപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ പ്രകാശം എന്താണ്? 8 മിനിറ്റുകൾക്ക് മുമ്പേ അവിടെ നിന്ന് പുറപ്പെട്ടുള്ളതാണ്. ഇനി എർത്ത് എന്താണ്? എർത്ത് ഒരു പ്ലാനറ്റാണ്, അല്ലേ? സൂര്യന് ചുറ്റുമുള്ള കറങ്ങിക്കൊണ്ടിരിക്കുന്ന പ്ലാനറ്റുകളിൽ അല്ലെങ്കിൽ ഗ്രഹങ്ങളിൽ ഒരു ഗ്രഹമാണെന്ത്? ഭൂമി എന്ന് പറയുന്നത്. അപ്പോൾ സൂര്യനെ ചുറ്റുന്ന 8 ഗ്രഹങ്ങളിൽ ഒന്ന് മാത്രമാണെന്ത്? ഭൂമി. അതിൽ സ്വന്തമായി പ്രകാശം പുറപ്പെടുവിക്കാത്ത എന്നാൽ നക്ഷത്രങ്ങളെ ചുറ്റുന്ന വലിയ വസ്തുക്കളെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഗ്രഹങ്ങളെന്ന് വിളിക്കുക.
നിങ്ങൾക്ക് ആ ഫിഗറിൽ കാണാൻ പറ്റും. എ പ്ലാനറ്റ് ഈസ് എ ലാർജ് ഒബ്ജക്ട് ദാറ്റ് ഓർബിറ്റ്സ് എ സ്റ്റാർ ആൻഡ് ഡസ് നോട്ട് പ്രൊഡ്യൂസ് ഇറ്റ്സ് ഓൺ ലൈറ്റ്. പ്ലാനറ്റ്സ് ഷൈൻ ബൈ റിഫ്ലക്റ്റിംഗ് ലൈറ്റ്. ഇവിടെ കാണാൻ പറ്റില്ലേ, മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അവിടെ വേറെയും കുറേ കാര്യങ്ങൾ കാണുന്നുണ്ട്, പ്ലൂട്ടോ, പിന്നെന്താണ് എറിസ്, ഡോർഫ്, പ്ലാനറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. നമുക്കതിലേക്കൊക്കെ വരാം. ഓക്കെ, അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഇനി താഴെ കാണുന്നതാണെന്ത്, സൂര്യൻ അല്ലേ. സൂര്യൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്റ്റാറുകൾ, ഒരു സ്റ്റാർ മാത്രമാണ് എന്ത് സൂര്യൻ എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, ന്യൂക്ലിയർ ഫ്യൂഷൻ എന്നുള്ള റിയാക്ഷനിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, പിന്നെ ഈ സൂര്യൻ ഇങ്ങനെ പ്രകാശം പുറപ്പെടുവിച്ചു കൊണ്ടേയിരിക്കുന്നത്. ഓക്കെ, ഇനി സൂര്യനിൽ നിന്ന് എന്താണ് കുറച്ച് അകലത്തിൽ വേറെയും എന്തുണ്ട്, നക്ഷത്രങ്ങളുണ്ട്. അപ്പോൾ ദ നിയറസ്റ്റ് സ്റ്റാർ ബിയോണ്ട് ദി സൺ, സ്റ്റാർ ബിയോണ്ട് ദി സൺ ഏതാണ്, പ്രോക്സിമ സെൻറ്റോറി. ഈ ഏകദേശം എത്രയാണ്, 4.3 ലൈറ്റ് ഇയേഴ്സ് എവേ ആണ്. മനസ്സിലായോ? ഇനി നമ്മളിന്ന് കാണുന്ന എല്ലാ സ്റ്റാർസും എന്താണ്, നമ്മൾ രാത്രി ആകാശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാണുന്നതെല്ലാം എന്താണ്, നക്ഷത്രങ്ങളുടെ ഒരു വൻ കൂട്ടമല്ലേ. ആ കാണുന്ന നക്ഷത്രങ്ങളെല്ലാം എന്താണ്, നമ്മുടെ ക്ഷീരപഥം എന്ന ഗാലക്സിയുടെ ഭാഗമാണ്. അതായത് മിൽക്കി വേ ഗാലക്സിയുടെ ഭാഗമാണെന്ത്, നമ്മളിന്ന് ആകാശത്ത് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ രാത്രി കാണുന്ന നക്ഷത്രങ്ങളുടെ ആ കൂട്ടം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഈ ഗാലക്സീൻ്റെ ഒരു ഘടന എന്ന് പറയുന്നത് ഒരു ഡിസ്ക് ഷേപ്പിലാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിൽ എത്ര കണക്കിന് നക്ഷത്രങ്ങളുണ്ടാവും, കോടിക്കണക്കിന് നക്ഷത്രങ്ങളുണ്ടാവും. അപ്പോൾ ഈ ഗാലക്സിയുടെ സെൻറ്ററിൽ നിന്ന്, കേന്ദ്രത്തിൽ നിന്ന് ഏകദേശം 30,000 പ്രകാശവർഷം അകലെയാണ് ആര് ചെയ്യുന്നത്, നമ്മുടെ സൂര്യനിലുള്ളത്. ഇനി നക്ഷത്രങ്ങൾക്കിടയിലുള്ള സ്പേസ് എന്ന് പറയുന്നത് എന്തല്ല, അത് പൂർണ്ണമായും ശൂന്യമൊന്നുമല്ല. അവിടെ എന്തുണ്ട്, ഹൈഡ്രജൻ വാതകവും മറ്റ് ഡസ്റ്റുകൾ, പൊടിപടലങ്ങൾ അല്ലെങ്കിൽ ഇൻ്റർസ്റ്റെല്ലാർ ഡസ്റ്റുകളൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് എന്ത്, ഭാവിയിൽ പുതിയ നക്ഷത്രങ്ങൾ ഉണ്ടാകാനുള്ള അസംസ്കൃത വസ്തുക്കളെന്ന് പറയുന്നത്. അതുപോലെ സ്പേസ് ബിറ്റ്വീൻ സ്റ്റാർ ഈസ് നോട്ട് കംപ്ലീറ്റ്ലി എംറ്റി. ഇറ്റ് കണ്ടെയ്ൻസ് ഇൻ്റർസ്റ്റെല്ലാർ ഗ്യാസ് ആൻഡ് ഡസ്റ്റ് വിച്ച് ക്യാൻ ബ്ലോക്ക് വിസിബിൾ ലൈറ്റ് ആൻഡ് ഹൈഡ് ഡിസ്റ്റൻറ്റ് റീജിയൻ ഓഫ് ദി ഗാലക്സി. ഹൗവർ ആസ്ട്രോണമേഴ്സ് യൂസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലൈറ്റ് സ്റ്റഡി എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഇനി എന്താണ് ഡാർക്ക് മാറ്റർ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഗാലക്സിയിൽ നക്ഷത്രങ്ങളെക്കാൾ കൂടുതൽ എന്തുണ്ട്, മറ്റെന്തോ ഉണ്ടെന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നേരിട്ട് കാണാൻ കഴിയില്ല. അപ്പോൾ അത്തരം സംഗതികളാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഡാർക്ക് മാറ്റർ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ ഗുരുത്വാകർഷണ ബലം മറ്റ് നക്ഷത്രങ്ങളെ ബാധിക്കുന്നത് കൊണ്ടാണ് ഇതിൻ്റെ സാന്നിധ്യം നമ്മൾ തിരിച്ചറിയുന്നത്. ഇതൊന്നും ഒരു നിഗൂഢതയായി തുടരുന്നു അല്ലേ. ഇത് നിങ്ങൾ നോക്കി, മനുഷ്യന് ഇതിലൊക്കെ നമുക്ക് ചുമ്മാ നമുക്ക് തന്നെ വേണമെങ്കിൽ നട്ടപ്പാതിരക്ക് രാത്രി ഒന്നായി എല്ലാ ലൈറ്റുകളൊക്കെ ഓഫാക്കി ഒന്ന് ആകാശത്തേക്ക് നോക്കി കിടന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കണ്ണ് തള്ളിപ്പോകുന്ന അത്രയും കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ കണ്ണ് കൊണ്ട് തന്നെ നമുക്ക് സിമ്പിളി വായിച്ചെടുക്കാൻ പറ്റും. അപ്പം അതിനേക്കാൾ അപ്പുറം എന്തൊക്കെയോ ഉണ്ടെന്ന് എന്തുണ്ട്, ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഡാർക്ക് മാറ്റർ എന്താണെന്ന് ക്ലിയർ ആയല്ലോ. ഇനി ഈ സ്റ്റാർ എന്ന് പറയുന്നത് എന്താണ്, അതൊരു പിന്നെ മെനി സ്റ്റാർസ് എക്സിസ്റ്റ് ഇൻ ബൈനറി ഓർ മൾട്ടിപ്പിൾ സിസ്റ്റംസ്. അതായത് 2 or more സ്റ്റാർ ഓർബിറ്റ് ഈച്ച് അതർ. സോ ലാർജ് ഗ്രൂപ്പ്സ് ഓഫ് സ്റ്റാർസ് ഫോം ടുഗദർ ആർ കോൾഡ് ദി സ്റ്റാർ ക്ലസ്റ്റേഴ്സ്. അതിന് നമ്മൾ സ്റ്റാർ ക്ലസ്റ്റേഴ്സ് എന്ന് പറയാം. വിച്ച് ക്യാൻ കണ്ടെയ്ൻ ഹൺഡ്രഡ്സ് ഓഫ് തൗസൻഡ്സ് ഓഫ് എന്താണ് സ്റ്റാർസ്. ഓക്കെ, അല്ലെങ്കിൽ സ്റ്റാർസിൻ്റെ കൂട്ടങ്ങളായിട്ടുണ്ടാകും എന്നുള്ളത്. ഇനി സ്റ്റാർസ് എന്ന് പറയുന്നത് എന്തല്ല, കാലാകാലം അല്ലെങ്കിൽ അന്ത്യമില്ലാത്തൊരു സാധനം അല്ല. ഒരു സ്റ്റാറും എന്തല്ല, ശാശ്വതമല്ല. അതിൻ്റെ ഒക്കെ ഫ്യൂവൽസ് തീരുന്നതോടെ എന്ത് ചെയ്യും, അവ നശിക്കും. അപ്പോൾ സൂര്യനും എന്ത് ചെയ്യും, സൂര്യനും നശിക്കും. കാര്യം ഉറപ്പാണ്, ശാസ്ത്രം അത് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ പക്ഷേ സൂര്യന് പേടിക്കണം എന്നല്ല പറയുന്നത്, സൂര്യന് ഇനിയും എന്തുണ്ട്, ഏകദേശം 500 കോടി വർഷം ആയുസ്സുണ്ട്. ഈ സ്റ്റാർസ് മരിക്കുമ്പോൾ എന്താ സംഭവിക്കുക, അവ പൊട്ടിത്തെറിക്കും. അവ പൊട്ടിത്തെറിച്ചാണ്ട് എന്ത് ചെയ്യും, ഉള്ളിലെ മൂലകങ്ങൾ പ്രപഞ്ചത്തിലേക്ക് വിതറുകയും ചെയ്യും. ഈ സ്റ്റാർ ഡസ്റ്റ് ഉപയോഗിച്ചാണ് എന്ത്, നമ്മുടെ ശരീരത്തിലെ തന്മാത്രകൾ പോലും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഭൂമി എന്ന കൊച്ചു വീട്ടിൽ നിന്ന് തുടങ്ങി നമ്മൾ എന്ത് ചെയ്തു, ചന്ദ്രനിൽ പോയി, പിന്നെ സൂര്യനെ പറ്റി പറഞ്ഞു, പിന്നെ ഗ്രഹങ്ങളെ പറ്റി പറഞ്ഞു.
അതിനപ്പുറമുള്ള ഗാലക്സികളെ പറ്റി പറഞ്ഞു. ഇങ്ങനെ കുറേ സ്റ്റാർസും കൂടിയിട്ടുള്ള വലിയൊരു ലോകത്തെക്കുറിച്ചാണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, നമുക്ക് പഠിക്കാനുള്ളത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും എന്താണ്, ഈ നക്ഷത്രങ്ങളുടെ ഭാഗമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ജീവിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഫിഗറിൽ കാണുന്നത് എന്താണ്, ഒരു സ്റ്റാർ ക്ലസ്റ്റർ ആണ്. ദിസ് ലാർജ് സ്റ്റാർ ക്ലസ്റ്റർ ഈസ് നോൺ ബൈ കാറ്റലോഗ് നമ്പർ M9. ഇറ്റ് കണ്ടെയ്ൻ സം, നമ്മൾ നോക്കിയാൽ എണ്ണി നോക്കി എത്ര ഉണ്ട് എന്നുള്ളത് അല്ലേ, അത്രത്തോളം എന്തുണ്ട്, പിന്നെ ക്ലസ്റ്ററുകളായിട്ടാണ് എന്ത് സ്റ്റാർസിനെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഒരു ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. ഇനി നമുക്ക് 1.7 ആണ് പറയാനുള്ളത്. അത് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.